രൂപയുടെ കോഫിയും 20 രൂപയുടെ കോഫിയും തമ്മിൽ ശരിക്കുള്ള ഡിഫറൻസ് എന്താ? എല്ലാവരും വിചാരിക്കുന്നത് ബ്രാൻഡിങ്ങും ലോഗോയും ആണ് ഒരു കോഫീനെ എക്സ്പെൻസീവ് ആക്കുന്നത്. എന്നാൽ അല്ല, ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഫസ്റ്റ് ബീൻ ക്വാളിറ്റി. 20 രൂപയുടെ കോഫിയിൽ യൂസ് ചെയ്യുന്ന ബീന് ലോ ഗ്രേഡ് ബീൻസ്, അതും മിക്സഡ്, അതും ഓൾഡ് സ്റ്റോക്ക്. പ്രീമിയം കപ്പിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ബീൻസ് സിംഗിൾ ഒറിജിൻ, ഹാൻഡ് സോർട്ടഡ് വിത്ത് 0 ഡിഫക്ട്സ്. അങ്ങനെ വളരെ ലേബർ ഇൻറ്റൻസീവ് ആണ് അതിന് പുറകിലുള്ള പ്രോസസ്സുകൾ. അങ്ങനെ ആ കോഫി കോസ്റ്റ്ലി ആവുന്നു. ബട്ട് 60% ഫ്ലേവർ ചേഞ്ച് ആണ് ഈ ഒരൊറ്റ പ്രോസസ്സ് കാരണം അതിൽ വരുന്നത്. സെക്കൻഡ്, ഫ്രഷ്നെസ്. 20 രൂപയുടെ കോഫി ബീൻസ് റോസ്റ്റ് ചെയ്യുന്നത് മാസങ്ങൾക്ക് മുന്നേ ആയിരിക്കും. പ്രീമിയത്തിൽ 7 to 14 ഡേയ്സേ ഈ റോസ്റ്റ് ചെയ്തത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിനൊക്കെ അവിടെ കണക്കുണ്ട്. തേർഡ്, പ്രോസസ്സിങ്. 20 രൂപയുടെ കോഫിയിൽ എല്ലാ കോഫി ബീൻസ് അങ്ങ് ബൾക്ക് പ്രോസസ്സ് അങ്ങ് ചെയ്യും. പ്രീമിയത്തിലേക്ക് വരുമ്പം നാച്ചുറലി, എനറോബിക്, അങ്ങനെ ലെയർ ഓഫ് പ്രോസസ്സുകൾ പലതും സയന്റിഫിക്കലി കംപ്ലീറ്റ് ആവണം. ഫോർത്ത്, ബ്രൂയിങ് പ്രിസിഷൻ. 20 രൂപയുടെ കോഫിയിൽ തിളച്ച വെള്ളത്തിൽ ഏതോ ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പല സമയം പല ടേസ്റ്റ്. പ്രീമിയത്തിൽ കൺട്രോൾഡ് ടെമ്പറേച്ചർ, പ്രിസൈസ് ഗ്രൈൻ സൈസ്, എക്സാക്ട് എക്സ്ട്രാക്ഷൻ. ഒരാൾ വന്നാലും 1000 ആൾ ഒരുമിച്ച് വന്നാലും ഒരേ ടേസ്റ്റ്. ഫൈനൽ, എക്സ്പീരിയൻസ്. 20 രൂപയുടെ കോഫി കുടിക്കുന്നത് നിങ്ങൾ ഒരു ക്രൗഡഡ് ആയ പ്ലേസിൽ ആ കോഫി കുടിച്ചാൽ നിങ്ങൾ ഉണർന്നങ്ങ് പോകും. ജസ്റ്റ് ഇമാജിൻ ഒരു പ്രീമിയം ആംബിയൻസ്. അത് നിങ്ങളെ ശരിക്കും സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇനി ഒരു പ്രീമിയം കോഫി കാണുമ്പോൾ എന്തുകൊണ്ട് ഇതിന് ഇത്ര കോസ്റ്റ് വരുന്നു എന്നതിലുപരി ഇതുപോലൊരു നല്ല സാധനം ഉണ്ടാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കും. ഇതുപോലെ കോഫി റിലേറ്റഡ് കണ്ടന്റിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോയും ചെയ്യുക.